കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീ എ കെ ആൻ്റണി അവർ ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തി. പ്രസ്സുകാരെ കണ്ടു, സമ്മേളനമല്ല പ്രസ്സുകാരെ കണ്ടു. നീണ്ട മൗനത്തിന് ശേഷമാണ്, പ്രതിരോധ മന്ത്രിയായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹം കോൺഗ്രസിൻ്റെ നാവാണ്, അദ്ദേഹം ഇന്നലെ കണ്ടു. കാണുന്നതിനൊരു കാരണമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ വലിയ ചർച്ച നടക്കുകയാണ്. പോലീസ് രാജിനെക്കുറിച്ചാണ്, പോലീസ് അതിക്രമണത്തെക്കുറിച്ചാണ് ചർച്ച. ഈ ചർച്ച നടക്കുമ്പോൾ രണ്ട് വിഷയങ്ങളാണ് ഗൗരവമായി മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത്, ഫ്ലോറിൽ പറഞ്ഞത്. ഒന്ന്, മുത്തങ്ങ സമരത്തിന് ആൻ്റണി ഭരിക്കുമ്പോഴാണ് മുത്തങ്ങ സമരം നടക്കുകയും രണ്ടുപേർ മരിക്കുകയും ചെയ്തു, സി കെ ജാനുവിന് അടക്കം ജയിലിടേണ്ടി വന്ന വളരെ ഗുരുതരമായ സംഘർഷം നടന്നത്, പോലീസ് അതിക്രമം നടന്നത് എ കെ ആൻ്റണി അവർ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ്. ശിവഗിരിയിൽ പോലീസ് കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞു. അതിനകത്ത് രണ്ട് കാര്യത്തിലും എ കെ ആൻ്റണി ഖേദിക്കുന്നു എന്ന് ഇന്നലെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ആഭ്യന്തര വകുപ്പിന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്, ഒന്ന്, അന്ന് എ വി വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി, അപ്പോൾ CBI അടക്കമുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അപ്പോൾ റിപ്പോർട്ടുകൾ, വിജിലൻസിൻ്റെ റിപ്പോർട്ടുണ്ട്, അങ്ങനെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ രണ്ട് തീരുമാനമെടുക്കേണ്ടി വന്നു. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ, അതുപോലെ തന്നെ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ രണ്ട് കറുത്ത തീരുമാനങ്ങളായിരുന്നു. ഒന്ന്, മുത്തങ്ങയിലെ ആദിവാസികൾക്കെതിരെ എടുക്കേണ്ടി വന്ന കേസും അന്ന് രണ്ടുപേർ മരിച്ചുപോയതും, അതുപോലെ ശിവഗിരിയിൽ പോലീസിനെ കയറ്റേണ്ടി വന്നതും. അതൊരു പവിത്രമായ പരിപാവനമായ ഗുരുദേവൻ്റെ സാന്നിധ്യമാണ്. അവിടെ കയറ്റേണ്ടി വന്നതിലും വലിയ സങ്കടമുണ്ട്, പരിമിതി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹം മനസ്സ് തുറന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടിനെ, ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിനെ പറയുന്നത്, ഒരു ഭരണവ്യവസ്ഥ എന്നുള്ള നിലയിൽ പോലീസ് സ്റ്റേഷനിൽ മർദ്ദനം നടക്കുമ്പോഴല്ല മറ്റൊരു വിഷയം. അപ്പോൾ ഇതൊരു വേറൊരു വിഷയമാണ്. എന്തായാലും കേരളത്തിൽ പോലീസിനെ കുറിച്ചുള്ള ഗൗരവമായ ചർച്ച ഭരണപക്ഷത്തുനിന്നും പ്രതിപക്ഷത്തുനിന്നും ഉണ്ടാവുന്നത് നല്ലതാണ്. പോലീസ് സേനയിൽ ശുദ്ധീകരണം നടക്കട്ടെ, അതിനാവശ്യമായ എല്ലാ നന്മയും ഉണ്ടാകട്ടെ. ചെറിയ കുഞ്ഞു പ്രശ്നങ്ങളാണല്ലോ ഉള്ളത്, അതിനെ മാറ്റി തീർക്കുന്ന വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കട്ടെ. എ കെ ആൻ്റണി മുത്തങ്ങ സമരവും ഗുരുദേവൻ്റെ ശിവഗിരിയിലെ കയറിയതും പോലീസ് പോയതും തെറ്റായിപ്പോയി, അല്ലെങ്കിൽ അത് വേണ്ടിയിരുന്നില്ല ആ രണ്ട് സംഭവങ്ങളുമെന്ന് എ കെ ആൻ്റണി ഇപ്പോൾ പറയുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം വർഷങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ പറഞ്ഞതും നന്നായി. കാരണം അദ്ദേഹത്തിൻ്റെ കാലശേഷമാണെങ്കിൽ പിന്നെ അതൊരു എയറിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ അത് വന്ന് ക്ലിയർ ചെയ്തത് നന്നായി. ഓരോ കാലഘട്ടത്തിൽ, ഇപ്പോൾ രാജൻ കേസിൽ, കരുണാകരൻ്റെ കാലത്ത് രാജൻ കേസിൽ സംഭവിച്ചതിനെക്കുറിച്ച് പിന്നെ ഒരു റിഗ്രറ്റ്, ഒരുപാട് ഖേദമൊക്കെ വന്നല്ലോ. കാലം ഇങ്ങനെയാണ്, ചില വിഷയങ്ങളിൽ ഒരുപാട് റിഗ്രറ്റ് വരാൻ സമയമെടുക്കും. അങ്ങനെ കറക്ഷൻ ചെയ്ത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും എ കെ ആൻ്റണി വളരെ കൃത്യമായി അദ്ദേഹം അഭിപ്രായം പറഞ്ഞതിൽ സന്തോഷമുണ്ട്. മാത്രമല്ല, ഇനിയും അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ പത്രക്കാരോട് സംസാരിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ സൂചകമായി തന്നെ നമുക്ക് കാണാം.